വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വേളൂർ. വനത്തിനുള്ളിലൂടെയുള്ള 4 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ കാനന ഭംഗി ആസ്വദിച്ചുള്ള യാത്ര കഴിഞ്ഞാൽ വേളൂരിലെത്താം. എന്നാൽ ഈ ഗ്രാമം ഇന്ന് മാലിന്യം കാർന്നു തിന്നുകയാണ്. ദുരിത ജീവിതം നയിച്ച കുറേ മനുഷ്യരും ഈ ഗ്രാമത്തിലുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വേളൂർ പുഴ. ഈ പുഴയ്ക്കക്കരെയാണ് വേളൂർ ഗ്രാമം. ആ ഗ്രാമത്തിൽ മാലിന്യങ്ങൾക്കിടയിൽ മലിനജലം കുടിച്ചു കഴിയുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. ഏതാനും വർഷങ്ങളായി വേളൂർ ഗ്രാമത്തിന്റെ അവസ്ഥ ഇതാണ്. ശുദ്ധജലം ഒഴുകിയിരുന്ന ചെറുതോടുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുന്നു. 4 ഫാമുകളാണ് വേളൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ മറവിൽ കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ മാലിന്യം എത്തിച്ച് ഈ കുഴികളിൽ നിറയ്ക്കുന്നു. ശക്തമായ മഴയിൽ കുഴികൾ നിറഞ്ഞ് ഈ മാലിന്യം അത്രയും തോടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സമീപത്തെ പന്നി ഫാമിൽ നിന്ന് മലിനജലം നേരിട്ടാണ് തോടുകളിലേക്ക് ഒഴുക്കുന്നത്. മാലിന്യം നിറഞ്ഞ ഈ തോടുകൾ ചെന്നു ചേരുന്നത് വേളൂർ നദിയിലേക്കും. പ്രദേശമാകെ അസഹനീയമായ ദുർഗന്ധവും. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ പന്നി ഫാം കുറേ നാളായിട്ട് ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ തോട്ടിൽ ഞങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പോഴും കൂടെ ഇവിടെ മണമുണ്ട് ഈ തോട്ടിലെ വെള്ളത്തിന്. വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഇതൊന്നും പറ്റാതെ. തോട്ടിൻ്റെ കര എൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ തോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ മണമാണ് പൊങ്ങി വരുന്നത്. ഈ വീടുകളിലൊക്കെ ആളുകൾ താമസിച്ചിരുന്നതാണ്. ഫാമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഈ മേഖലയിലെ ജീവിതം ദുസ്സഹമായി. ഇതോടെയാണ് സ്വന്തം നാട് വിട്ട് ഇവിടെയുള്ളവർ പുറത്തേക്ക് പോയി തുടങ്ങിയത്. അൻപതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഇപ്പോഴുള്ളത് 10 കുടുംബങ്ങൾ മാത്രമാണ്. തോടുകളോട് ചേർന്നുള്ള കിണറുകളിലേക്ക് മലിനജലം എത്തിത്തുടങ്ങിയതോടെയാണ് ജനജീവിതം ദുസ്സഹമായത്. ഇവിടുത്തെ താമസക്കാരായിരുന്ന പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയതോടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലരും ഗ്രാമം വിട്ടു. എങ്ങനെയായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിവിടുന്ന് താമസം മാറിയത്. എന്നാന്ന് വെച്ചാൽ 3 പ്രാവശ്യം എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായി ഇവിടെ കിടന്നിട്ട്. അപ്പോൾ ഈ മലിനജലം കുടിക്കണോണ്ടാണെന്ന് പറഞ്ഞു. ഈ കാരണം എൻ്റെ ഒരു 1 മീറ്റർ 2 മീറ്റർ അകലമില്ല, അത്ര അകലത്തിലാണ് എൻ്റെ കിണർ ഈ തോടുമായിട്ട് കിടക്കുന്നത്. ഈ തോട്ടിലെ വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് ഒലിക്കും. ആ കിണറ്റിലെ വെള്ളമാണ് പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് കാരണമാണ് ഈ മലിനജലമായിട്ട് പറയുകയും അത് പിന്നെ പരിശോധിച്ച് നോക്കിയപ്പം മഞ്ഞപ്പിത്തം കാരണം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ വാടകയ്ക്ക് താമസം പറഞ്ഞു വന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരനും അതുപോലെയാണ്. അവൻ്റെ മോളിവിടെ പ്രസവിച്ച് കിടന്നപ്പോൾ മണം കാരണം ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്ന വീട്ടിലെയും ആൾക്കാർ കുടുംബക്കാർ താമസം മാറിയത്. അങ്ങനെ പല വീടുകൾക്കും ഇപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ചെറിയൊരു 50-100 മീറ്റർ കഷ്ടേ ഉള്ളൂ റിസോർട്ടുണ്ട്. അവരിപ്പം ആൾക്കാർ വന്നാൽ മണം ആയതുകൊണ്ട് അവരിപ്പം നിർത്തിയിട്ടേക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാർ വരുമ്പോൾ മണമെന്നും പറഞ്ഞ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവർ നിർത്തിയിട്ടാണ്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാലാണ് മറ്റുള്ളവർ ഇവിടെ തുടരുന്നത്. വേളൂരിലെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നാണ് മാലിന്യങ്ങൾ അത്രയും വനത്തിനുള്ളിലൂടെ ഗ്രാമത്തിലെത്തിക്കുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. 5 വർഷക്കാലമായി ഇവിടെ താമസിക്കുന്ന ഈ ഗതികെട്ട് ജീവിക്കുന്ന ജനങ്ങൾ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടും പഞ്ചായത്ത് വരും, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും, 6 മാസത്തേക്ക് നിർത്തിയിടും, വീണ്ടും ആരെങ്കിലും വന്ന് തുടങ്ങും. അപ്പം BJP ഈ വിഷയം ഏറ്റെടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്ഷ്യക്ഷാമമുണ്ടായപ്പോൾ കൃഷി ചെയ്യുന്നതിനായി സർക്കാർ കർഷകർക്ക് വിട്ടു നൽകിയ സ്ഥലമാണിത്. ജനിച്ചു വളർന്ന നാട്ടിൽ കാട്ടുമൃഗങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുക്കുമ്പോഴും ഒരു ഗ്രാമത്തെ ആകെ മാലിന്യം വിഴുങ്ങുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു. അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. വേളൂർ ഗ്രാമത്തെ ഒരു മാലിന്യ ഡംപിംഗ് യാർഡ് ആക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണകൂടവും. സുബിൻ തോമസ്, ജനം, ഇടുക്കി.